ഹായ്. ഇന്ന് എബ്രഹാം ഓസ്ലറിൻ്റെ റിവ്യൂ ആണ് പറയുന്നത്. അതിനു മുമ്പ് ചെറിയൊരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യണമെന്ന് തോന്നി. നിങ്ങളെല്ലാവരും ഈ ക്രിക്കറ്റ്, ഫുട്ബോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഗെയിം കളിക്കുന്നവരായിരിക്കും, പ്രത്യേകിച്ച് കൊച്ചു പിള്ളേർ. കൊച്ചു പിള്ളേരെന്ന് പറഞ്ഞാൽ അറിയാം, നമ്മൾ ഒരു പ്രായമൊക്കെ ആകുമ്പം നമ്മൾ കൂടുതൽ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂൾ ടീമിലൊക്കെ ഉള്ള പിള്ളേരൊക്കെ ഫുട്ബോൾ കളിക്കും. കുറച്ച് പേര് അത് കഴിഞ്ഞിട്ട് അതൊരു പാഷനായിട്ട് കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ ഈ ഗെയിമൊക്കെ കളിക്കുന്ന സമയത്ത് ടയേർഡ് ആകുമ്പോൾ കുറച്ച് പേര് സോഫ്റ്റ് ഡ്രിങ്ക്സ് കൊണ്ടുപോകും. ചിലവർ നമ്മൾ ഗ്ലൂക്കോസ് പൊടി ഗ്ലൂക്കോസ് പൊടി ഇങ്ങനെയൊക്കെ കഴിക്കാറുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്ത് കൂടുതൽ പിള്ളേരിൽ കണ്ടുവരുന്ന ഒരു ഇതാണ് സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കുന്നത്. പ്രത്യേകിച്ച് നേരത്തെയൊക്കെ അത് സിറ്റികളിലൊക്കെ അത് ഇറങ്ങിയിട്ടുള്ളായിരുന്നു. ഇപ്പോൾ അത് അടുത്തുള്ള ഷോപ്പുകളിലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റിങ് ഇത് 3 ഫ്ലേവറിലാണ് ഇപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഇത് ബ്ലൂവും റെഡും ആണ് ഇതിൻ്റെ ഫ്ലേവർ. ഇപ്പോൾ ഇതിൻ്റെ ഒരു കേടെന്ന് പറഞ്ഞാൽ ഇത് നല്ല രീതിയിൽ സൈഡ് എഫക്റ്റ് ഉള്ള ഒരു സാധനമാണ് സ്റ്റിങ്. ഇത് പ്രത്യേകിച്ച് ഈ പിള്ളേർക്ക് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഈ ടയേർഡൊക്കെ ആയിരിക്കുന്ന സമയത്ത് ഈ സാധനം മേടിച്ച് കുടിക്കാറുണ്ടായിരിക്കും. കൂടുതലും ഇത് മരണം വരെ കാരണമായ പിള്ളേരും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് അവർ എഴുതി വെച്ചിട്ടുണ്ട്, കണ്ടെയ്ൻ കഫീൻ എന്ന് കൊടുത്തിട്ടുണ്ട് 71 മില്ലി, പിന്നെ കൺസ്യൂമർ നോട്ട് മോർ ദാൻ 500 ml പെർ ഡേ എന്ന് പറഞ്ഞാൽ ഇത് 250 മില്ലിയാണ് ഒരു ബോട്ടിൽ. ഈ ഒരു ബോട്ടിൽ 500 മില്ലി കൂടുതൽ ഇത് കുടിക്കില്ലെന്ന് അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് പിള്ളേർക്ക് ഈ സാധനങ്ങൾ അറിയത്തില്ല. ഇവരത് വലിച്ചു വാരി കുടിക്കുകയും ചെയ്യും. ഈ സൈഡ് എഫക്റ്റ് കൂടുതൽ ഉണ്ടാവുകയും ചെയ്യും. പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്ത് ഒരു പയ്യൻ, ഫുട്ബോൾ കളിക്കുന്ന ഒരു പയ്യൻ മരിച്ചുപോയ വാർത്തയൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവും. പ്രത്യേകിച്ച് പിള്ളേർ മാക്സിമം ഒഴിവാക്കുക. ഈ ഷോപ്പിലൊക്കെ ഇവരെടുത്ത് വെക്കുന്നുണ്ടെങ്കിൽ മാക്സിമം നിർത്തുക. ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഈ സ്റ്റിങ് എന്ന് പറഞ്ഞത് കൂടുതലും പോപ്പുലർ ആയിട്ട് വരുന്നൊരു കമ്പനിയാണ്. ഇപ്പോൾ അവരിത് സ്റ്റേ കൊടുത്ത് നിർത്തിയാലും അവരിത് വേറെ പേരിൽ മാർക്കറ്റിംഗ് ചെയ്യും, അത് ഉറപ്പാണ്. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള ഒരു ദുരന്തം ആയിട്ടുള്ള ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. കൂടുതലും ഈ ഷോപ്പിൽ, പ്രത്യേകിച്ച് ഈ സ്കൂള് ഒക്കെ അടുത്തുള്ളവർ ഈ ഒരു സ്റ്റിങ് എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ് ഡ്രിങ്ക്സ് എടുത്ത് വെക്കാതിരിക്കുക. പിള്ളേർക്ക് നല്ല രീതിയിൽ സൈഡ് എഫക്റ്റ് ചെയ്യും. പ്രത്യേകിച്ച് ഇപ്പം ഇലക്ഷനൊക്കെ വരുമല്ലോ. ഇതിനകത്ത് അവർ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ അതല്ല എല്ലാവരും പാലിക്കുന്നതല്ല. ഇപ്പോൾ നമ്മൾ മദ്യപാന ആരോഗ്യത്തിന് ഹാനികരമെന്ന് പറഞ്ഞിട്ട് എത്ര പേര് മദ്യം കഴിക്കുന്നുണ്ട്. അതുപോലെയാണ് ഈ സാധനം. ഇത് കൂടുതൽ സൈഡ് എഫക്റ്റ് ഉള്ള സാധനം. മാക്സിമം പിള്ളേർ ഇത് ഒഴിവാക്കുക. ഹായ്, പുതിയൊരു വീട്ടിൽ സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് തിയേറ്ററിൽ വിജയിച്ച് OTT റിലീസ് ചെയ്ത സിനിമ ഓസ്ലറിൻ്റെ റിവ്യൂലോട്ടാണ്. ഡയറക്ടർ മിഥുൻ മാനുവൽ തോമസ്, അത് എഴുതിയേക്കുന്ന റൈറ്റർ രൺധീർ കൃഷ്ണൻ. ഈ സിനിമയെന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം കാണുമല്ലോ. ഇതിപ്പം ഭൂരിഭാഗം പേർക്കും ഈ സിനിമ ഇഷ്ടപ്പെട്ട്, അതുകൊണ്ടാണ് ഈ പടം തിയേറ്ററിൽ വിജയിച്ചത്. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമല്ലേ. പ്രത്യേകിച്ച് ജയറാമിൻ്റെ ഒരു തിരിച്ചുവരവ് എന്ന് പറഞ്ഞ സിനിമ ഇപ്പോൾ പടം വിജയിച്ചുകൊണ്ട്, ഇത് ജയറാമിൻ്റെ ഇപ്പം വഴിയെ പറയാം. ഈ ഒരു പടം കണ്ടിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റിൻ്റെ ബേസ് ഉണ്ട്. ഒരു സ്ക്രിപ്റ്റ്, ആ ഒരു അടിത്തറ ഈ ഒരു സിനിമയ്ക്ക്, ആ ഒരു സ്ക്രിപ്റ്റിൻ്റെ ഒരു അടിത്തറ പോയതിൻ്റെ കൂട്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ ഇതിനു മുമ്പ് മിഥുൻ മാനുവൽ തോമസിൻ്റെ സിനിമ അഞ്ചാം പാതിരയും ഇപ്പോൾ അതുപോലത്തെ ഒരു സെയിം പാറ്റേൺ പിടിച്ചു വന്ന ഫോറൻസിക്, ഈ ഒരു സിനിമയുടെ ഏകദേശം സ്റ്റോറി അറിയാം. ഈ സ്റ്റോറി എല്ലാം കൂടെ കൂട്ടി ഒന്നാക്കിയിട്ട് അതിനെ വേറൊരു സിനിമയാക്കി കൊണ്ടുവന്ന അതാണ് എബ്രഹാം ഓസ്ലർ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇപ്പം ജയറാമിൻ്റെ ഒരു തിരിച്ചുവരവ്, എബ്രഹാം ഓസ്ലർ ഒരു പോലീസ് ഓഫീസറായിട്ട് ജയറാം വരുന്നുണ്ട്. അപ്പോൾ ജയറാമിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ, ഇപ്പം തുടക്കത്തിലെ ഒരു ജയറാമിൻ്റെ ഫാമിലിയെ കടത്തുക. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് പടം പോകുന്നത്. പക്ഷേ ഈ പടം വേറൊരു ട്രാക്കിലോട്ട് പോയിട്ട് വേറെ ആ ഒരു കൊലപാതകമായിട്ട് ബന്ധപ്പെട്ടങ്ങ് പോവുക. അപ്പോൾ അതിനകത്ത് ഒരു കില്ലർ കാണും. ആ ഒരു കില്ലറുമായിട്ട് ബേസ് ചെയ്തായിരിക്കും പോകുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു കില്ലർ എന്ന് പറയുന്നത് ഒരു ഡോക്ടറായിരിക്കും. ഇതൊക്കെയാണ് പഴയ ഒരു അഞ്ചാം പാതിരക്കകത്തും ഫോറൻസിക് ആക്ടിനകത്തൊക്കെ പറഞ്ഞിട്ടുള്ളത്. ആ ഒരു സെയിം സ്റ്റോറിയാണ് ഇതിനകത്ത് കുറച്ച് മാറ്റം വരുത്തി ഇതിനകത്ത് ചെയ്തേക്കുന്നത്. എനിക്കിതൊരു പുതുമയായിട്ടുള്ളൊരു സ്റ്റോറിയായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ഇതിനകത്ത് കുറേ പ്രശ്നങ്ങൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ലോജിക്ക് കുറച്ച് മിസ്റ്റേക്കുകൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിനകത്ത് അവർ നല്ല രീതിയിൽ അന്വേഷിച്ചിട്ടുണ്ട്. കാരണം ഈ ഡോക്ടറിൻ്റെ ആശുപത്രി കേസ്, കൂടുതൽ കാര്യങ്ങൾ, ഇപ്പോൾ ഓരോ ഓപ്പറേഷൻ അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അവർ അന്വേഷിച്ച് ചെയ്തിട്ടുള്ളതിൻ്റെ കൂട്ട് തോന്നി. പിന്നെ ഇതിനകത്ത് ഓരോ കൊലപാതകങ്ങൾ കാണിക്കുന്നുണ്ട്. കൊലപാതകങ്ങൾ വരുമ്പം ഓരോരുത്തരുടെ എക്സ്പ്രഷൻ, അന്തം വിട്ട് നിൽക്കുന്ന എക്സ്പ്രഷനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് അന്തം വിട്ട് നിന്നിട്ട് ക്യാമറ ഇറങ്ങി വരുമ്പോഴായിരിക്കും അതൊരു കൊലപാതകമാണെന്ന് മനസ്സിലാകും. ഇത് ഒരിടത്ത് മാത്രമല്ല, പലയിടത്ത്. ഇതിൻ്റെ ഫസ്റ്റ് ഹാഫിൽ പറയുവാണെങ്കിൽ പഴം എഴഞ്ഞ് ഇൻ്റർവെല്ലെത്തുമ്പം ഒരു ഇത് കാണിക്കുന്നുണ്ട്. ട്വിസ്റ്റൊന്നും അല്ല, അത് അതേപോലെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഇൻ്റർവെൽ കഴിഞ്ഞിട്ട് അത് വേറൊരു സ്റ്റോറി ആയിട്ട് വരുന്നുണ്ട്. അതിനകത്ത് പിന്നെ മമ്മൂക്ക ഗസ്റ്റ് റോളിൽ വരുന്നുണ്ട്. മമ്മൂക്ക എന്ന് പറയുന്നത്
ഫസ്റ്റ് ഹാഫിൽ ഇതൊരു ജയറാമിൻ്റെ ഒരു പടം ആയിട്ട് വന്ന ഒരു ഓസ്ലർ, സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ ഇതൊരു ഫുള്ളൊരു മമ്മൂക്കയുടെ സ്റ്റോറി ആയിട്ട് മാറുന്നുണ്ട്. പിന്നെ ഇവർ കൊണ്ടുവന്ന വേറൊരു ചിന്തിച്ച് കൊണ്ടുവന്നതാണ് ഓരോരുത്തരുടെ പാസ്റ്റ് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എനിക്ക് ചെറിയ രീതിയിൽ വർക്ക് ആയെന്ന് തോന്നി. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം മമ്മൂക്കയുടെ ഒരു പഴയ കാലഘട്ടം, പിന്നെ ഇതിനകത്ത് സൈജു കുറുപ്പിൻ്റെ ഒരു പഴയ കാലഘട്ടം, ഇവർ രണ്ടുപേരുടെയും കാലഘട്ടത്തിൽ കാണിക്കുന്ന ഒരു ഇതുണ്ട് ഫ്ലാഷ് ബാക്ക്. ആ ഒരു രീതി എനിക്ക് ചെറുതായിട്ട് വർക്കായി. പക്ഷേ കൂടുതലും ഇതിൻ്റെ തിരക്കഥയിൽ പറ്റിയ പാളിച്ചകൾ കാരണമാണ് എനിക്ക് ചെറിയ ഒരു ആവറേജ് നിൽക്കുന്ന ഒരു ഫിലിമായിട്ട് തോന്നിയത്. പിന്നെ അതിനകത്ത് അനശ്വര കൊടുത്തത് നല്ലോണം ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് ആ റോള്. പിന്നെ മമ്മൂക്കയുടെ ഒരു ക്യാരക്ടർ ചെയ്ത ഒരു പഴയ കാലഘട്ടം ചെയ്ത പുള്ളി നല്ലോണം ചെയ്തിട്ടുണ്ട്. അതിനകത്ത് സൈജു കുറുപ്പിൻ്റെ ക്യാരക്ടർ ചെയ്ത, പിന്നെ ആ ഒരു സമയത്തുള്ള ഡ്രസ് കോഡും കോളേജും ലൈഫും ഇതൊക്കെ വെച്ച് അത് ആ ഒരു രീതി നല്ലോണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അതിനകത്ത് ഒരു പഴയ മമ്മൂക്കയുടെ പാട്ട് തന്നെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അതെല്ലാം കൂടെ വെച്ചത് ആ ഒരു പഴയ കാലഘട്ടം നല്ലതായിട്ട് എനിക്ക് തോന്നി പുതിയതിനെക്കാട്ടിലും. പിന്നെ പ്രത്യേകിച്ച് ആ പുതിയ കാലഘട്ടമൊന്നും എനിക്ക് വലിയ രീതിയിൽ എനിക്ക് വർക്കായിട്ടില്ല. മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞിട്ട് പഴയ കാലഘട്ടം വർക്കായി. എനിക്ക് തോന്നുന്നു ആ പഴയ കാലഘട്ടത്തിനെ എല്ലാം കൂടി ഡെവലപ്പ് ചെയ്ത് ഒരു സ്റ്റോറി ആക്കി കൊണ്ടുവന്നെങ്കിൽ ഇതിലും നല്ലതായിട്ട് എനിക്ക് നല്ലതായിട്ട് തോന്നി. കാരണം ഈ വലിയ ജയറാം, മമ്മൂക്ക ഇവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ആ പഴയ കാലഘട്ടത്തിനെ എടുത്ത് ഒരു സ്റ്റോറി ആക്കിയാൽ ഇതിലും നല്ലതായിട്ട് തോന്നി. പിന്നെ ജയറാമിൻ്റെ തിരിച്ചു വരവെന്ന് പറഞ്ഞ് ഇതിനകത്ത് ജയറാമിന് എനിക്ക് തോന്നുന്നു ഒന്നും എനിക്ക് ചെയ്യാനില്ല. പ്രത്യേകിച്ച് എയർ പിടിച്ച് ചെയ്തതിൻ്റെ കൂട്ടാണ്. എയർ പിടിച്ച് കൊടുത്ത റോള് അത്യാവശ്യം നല്ലോണം ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ആ പഴയ ഒരു ജയറാമിൻ്റെ ഒരു പഴയ ജനപ്രിയ നായകൻ എന്ന് വേണമെങ്കിൽ പറയാം ജയറാം. ഒരു സമയത്ത് ജയറാമിൻ്റെ പടങ്ങളൊന്നും ജയറാമില്ലെങ്കിൽ മലയാള സിനിമയുടെ ഒരു ക്വാളിറ്റി കുറഞ്ഞൊരു സമയം ഉണ്ടായിരുന്നു. പിന്നെ പുള്ളി ഇതേപോലെയൊക്കെയുള്ള ചെറിയ കമൽ അങ്ങനെയൊക്കെയുള്ള ഡയറക്ടർക്ക് ഡേറ്റ് കൊടുത്ത് അവാർഡ് പടങ്ങൾ ചെയ്ത് അങ്ങനെയൊക്കെ പുള്ളിയുടെ കരിയർ പുള്ളി തന്നെ നശിപ്പിച്ച് കളഞ്ഞായിട്ടാണ് എനിക്ക് തോന്നിയത്. ആ ഒരു കാലം മാറുന്നതനുസരിച്ച് പ്രേക്ഷകരുടെ പൾസ് അനുസരിച്ചുള്ളൊരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാതെ പുള്ളിക്ക് ഇഷ്ടപ്പെട്ട സ്റ്റോറി ചെയ്ത് കരിയർ അവസാനിപ്പിച്ച ഒരു ആക്ടറായിട്ടാണ് തോന്നിയത്. പിന്നെ ജയറാമിൻ്റെ തിരിച്ചു വരവെന്ന് ഈ ഒരു സിനിമ എനിക്ക് പറയാൻ പറ്റില്ല. പടം നല്ലോണം ഓടിയിട്ടുണ്ട്. ഇത് പൂർണ്ണമായിട്ട് മമ്മൂക്കയുടെ ഒരു സ്റ്റോറി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മമ്മൂക്കയുടെ ആ ഒരു ഇൻട്രോയും ഇതെല്ലാം കണ്ട് മമ്മൂക്ക അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത്രയും ഭാഗം അവസാനിക്കുന്നതിൻ്റെ കുറച്ച് ഭാഗം മാത്രം എനിക്ക് നല്ലോണമായിട്ട് ഇഷ്ടപ്പെട്ട്. ബാക്കിയൊന്നും എനിക്ക് ചുമ്മാതെ എല്ലാത്തിലും കണ്ടൻറ്റ് കൂട്ട് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോയതിൻ്റെ കൂട്ട് കൂടുതലും സ്ക്രിപ്റ്റിൽ നല്ലോണം പാടിയിട്ടുണ്ട്. മിഥുൻ മാനുവൽ തോമസിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ആ അഞ്ചമ്പതിര ആ സ്റ്റൈലിലൊക്കെ ഉള്ള ഒരു ഡയറക്ഷൻ പോലെ പുതിയമയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇത്രയേ ഉള്ളൂ പറയാൻ. കൂടുതൽ നന്നാക്കാമായിരുന്നു, പക്ഷേ പടം ഹിറ്റായി, അത് പോട്ടെ. പടം ഇതിലും കൂടുതൽ നന്നാക്കാമായിരുന്നു എനിക്ക് തോന്നി. ഇതിനകത്തൊന്നും പുതുമയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ആ ഒരു ഫ്ലാഷ് ബാക്കിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ, പിന്നെ പുതിയ ആൾക്കാർ രണ്ട് ആക്ടർമാരെ തമ്മിൽ കാണിക്കുന്ന ആ ഒരു രീതിയിൽ ഇത് നല്ലോണമായിട്ട് വന്നിട്ടുണ്ട്. അല്ലാതെ ഇതിനകത്ത് പുതുമയൊന്നുമില്ല. പടം വെറുതെ കണ്ടുകൊണ്ടിരിക്കാം. അതിനകത്ത് കണ്ട സിനിമയുടെ സ്റ്റോറിയൊക്കെ കൂട്ട് തന്നെ. അല്ല, ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാം. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. ബൈ.